വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ, ഒരു സത്യവിശ്വാസിക്കും സത്യവിശ്വാസിനിക്കും പാടുള്ളതല്ല, ഉണ്ടാകാവുന്നതല്ല. ഇദാ ഖളല്ലാഹു വറസൂലുഹു അംറൻ, അള്ളാഹുവും റസൂലും ഒരു കാര്യം വിധിച്ചു കഴിഞ്ഞാൽ, തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഒരു വിഷയത്തിൽ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും തീരുമാനം അതറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് പ്രഖ്യാപിച്ചാൽ, അയ്യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം, അവരുടെ കാര്യങ്ങളിൽ പിന്നെ അവർക്കെന്തില്ല, സ്വന്തമായി ഒരു ചോയ്സ് ഇല്ല എന്നാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതം എന്നത് ഒരു പരീക്ഷണമാണ്. അള്ളാഹു തികച്ചും പൂർണ്ണമായ നീതി മനുഷ്യനോട് കാണിച്ചിട്ടുണ്ട്. വ്യത്യസ്ത സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലും ജീവിച്ചുകൊണ്ടിരിക്കുന്ന വ്യത്യസ്ത തരത്തിലുള്ള ആളുകൾക്ക്, വ്യത്യസ്ത നാടുകളിൽ വ്യത്യസ്ത രൂപത്തിൽ, അല്ലെ, സാമൂഹികമായ പശ്ചാത്തലത്തിൽ, സാമ്പത്തികമായ ഏറ്റക്കുറച്ചിലുകളിൽ, ആരോഗ്യപരമായ ഏറ്റക്കുറച്ചിലൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള ആളുകൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പം അതിലെല്ലാം ഒരു നീതി അള്ളാഹുവിനുണ്ട്. കാരണം അള്ളാഹു ഏറ്റവും വലിയ നീതിമാനാണ്. നമ്മൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളായാലും ശാരീരിക പ്രയാസങ്ങളായാലും അതിൽ അള്ളാഹു നീതിമാനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി, ചെറിയൊരു കാര്യം കൊണ്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ സന്തോഷം എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ ഒരു അടിസ്ഥാന വികാരമാണ് സന്തോഷമെന്നത്. വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന, സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന ഒരാളുടെ സന്തോഷവും, എന്നാൽ അതിൻ്റെ നേരെ എതിർ ദിശയിൽ നിൽക്കുന്ന ഒരാളുടെ സന്തോഷം, വളരെ സാമ്പത്തികമായി നല്ല അവസ്ഥയിൽ നിൽക്കുന്ന ഒരാളുടെ സന്തോഷവും, അത് രണ്ടും ഒരേ വികാരങ്ങളാണ്. സന്തോഷം എന്ന് പറയുമ്പോൾ അത് അനുഭവിക്കുന്ന ആൾക്ക് രണ്ടും ഒരേപോലെയാണ്. ഇപ്പോൾ വളരെ ദരിദ്രനായി ജീവിക്കുന്ന ഒരു ചെറിയ കുടുംബത്തിലൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ റബ്ബർ പന്ത് അല്ലെങ്കിൽ ചെറിയൊരു കളിപ്പാട്ടം അവന് കിട്ടുമ്പോഴുള്ള സന്തോഷം, അത് നമ്മൾ പരിശോധിച്ചാൽ അവൻ്റെ തലച്ചോറിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ, അല്ലേ, ഒരു ഡോപ്പമിൻ എന്നുള്ള ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ് അവന് സന്തോഷം നൽകുന്നത്. അതിങ്ങനെ ആ സന്ദർഭത്തിൽ അതുണ്ടാവും, അപ്പോൾ അവന് ചെറിയ സന്തോഷം ഉണ്ടാവും. എന്നാൽ വളരെ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന ഒരു വീട്ടിലെ കുട്ടിക്ക് നിങ്ങളിപ്പോൾ വലിയ എന്തെങ്കിലും ഒരു പ്ലേ സ്റ്റേഷനോ 1,00,000 വിലയുള്ള ഒരു ഗെയിം കളിക്കാനുള്ള പ്ലേ സ്റ്റേഷൻ വാങ്ങിക്കൊടുക്കണം. ആ കുട്ടി അനുഭവിക്കുന്ന സന്തോഷവും എന്തുതന്നെയാണ്, ആ തലച്ചോറിൽ ന്യൂറോ ട്രാൻസ്മിറ്ററായ ഡോപ്പമിൻ ആണ് ആ കുട്ടിക്കുണ്ടാകുന്നത്. ഇപ്പോൾ 10 പൈസൻ്റെ മുട്ടായി കിട്ടുമ്പോൾ ഒരു പാവപ്പെട്ട കുട്ടിക്കുണ്ടാകുന്ന സന്തോഷം, ഒരു ബലൂണ് കിട്ടുമ്പോൾ ചെറിയൊരു കുട്ടിക്കുണ്ടാകുന്ന സന്തോഷം അതുതന്നെയാണ് നിങ്ങൾ വലിയൊരു കറണ്ടിൻ്റെ ഇലക്ട്രിക് സൈക്കിൾ 35,000 റുപ്യക്ക് ഒരു കാശുള്ള വീട്ടിലെ കുട്ടി വാങ്ങുമ്പോൾ അവൻ അനുഭവിക്കുന്ന സന്തോഷത്തിൻ്റെയും ന്യൂറോ കെമിസ്ട്രി ഒന്നാണ്. സാഹചര്യങ്ങളും സന്ദർഭങ്ങളും വസ്തുക്കളിലും മാറ്റമുണ്ടെങ്കിലും അനുഭവിക്കുന്ന സന്തോഷം, സങ്കടം എന്ന വികാരം അത് തലച്ചോറിൽ ഒരേപോലെയാണ്. അപ്പം അതുകൊണ്ട് ഇതെല്ലാം ഇതൊരു പരീക്ഷണമാണ്. ഈ വ്യത്യസ്ത സാഹചര്യങ്ങളും സന്ദർഭങ്ങളും എല്ലാം അള്ളാഹു നമ്മളെ പരീക്ഷിക്കുകയാണ്. എന്തൊരു നിലപാടാണ് ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും കൽപ്പനകൾ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കാൻ തയ്യാറുണ്ടോ അല്ലെങ്കിൽ ജീവിക്കുന്നുണ്ടോ എന്ന് വ്യത്യസ്ത സാഹചര്യങ്ങളും സന്ദർഭങ്ങളും നൽകിക്കൊണ്ട് അള്ളാഹു നമ്മളെ പരീക്ഷിക്കുന്നതാണ് ഒരു ജീവിതമെന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അള്ളാഹു ഒരു കാര്യം നമ്മളോട് കൽപ്പിച്ചാൽ ആ കാര്യത്തോട് നമുക്ക് 7 ബാധ്യതകളാണുള്ളത്. ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പന അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അതാണ് ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ഇവിടെ നമ്മൾ ജോലി ചെയ്യുന്നതും ജോലിക്ക് പോകുന്നതും നമ്മുടെ ഇവിടെ പല തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതുമെല്ലാം അതൊക്കെ ഈ ജീവിത ലക്ഷ്യത്തിൻ്റെ സാക്ഷാത്കാരമാണ്. അപ്പോൾ നമ്മൾ ഈ അടിസ്ഥാന ലക്ഷ്യം നമ്മൾ മറന്നുകൊണ്ട് നമ്മൾ ഒരിക്കലും ജീവിക്കരുത്. അപ്പോൾ അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചാൽ അതിനോട് നമുക്ക് 7 ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒന്നാമത്തത് അള്ളാഹു കൽപ്പിച്ച കാര്യത്തെക്കുറിച്ചുള്ളൊരു പൂർണ്ണമായ അറിവുണ്ടാകുക എന്നുള്ളതാണ്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ അറിയണം നിശ്ചയമായും കാര്യം അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ. അതാണ് ഏറ്റവും വലിയ കാര്യം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമെന്നത്. അപ്പോൾ അതന്നെ അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് നിങ്ങൾ അറിയണമെന്നാണ്. ഫഅലം, നിങ്ങൾ അറിയണം, അന്നഹു നിശ്ചയമായും കാര്യം എന്താണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാണ് എന്ന കാര്യം നിങ്ങൾ അറിയണമെന്നാണ്. അപ്പോൾ ഏതൊരു വിഷയത്തെക്കുറിച്ചും, ഇസ്ലാമിലെ ഏതൊരു വിഷയത്തെക്കുറിച്ചും അള്ളാഹുവിൻ്റെ ഏതൊരു കൽപ്പനയെക്കുറിച്ചും ശരിയായ അറിവ് നേടുക എന്നതാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
അപ്പോൾ തൗഹീദാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഷിർക്ക് എന്താണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് അറിയണം. അതിലൊരു അലംഭാവം ഉണ്ടാകാൻ പാടില്ല. എന്താ ഇപ്പോൾ ഏലസ് കെട്ടിയ കുഴപ്പം? എന്താ ഇപ്പോൾ ഒരു കബറുള്ള സ്ഥലത്ത് പോയിട്ട്, ഒരു ചാറുള്ള സ്ഥലത്ത് പോയിട്ട് അവിടുന്ന് ഒരു നൂലോ മന്ത്രിച്ചൂതിയോ നൂലോ വള്ളോ നെയ്യോ ഒരു എന്താണ് മുണ്ടോ ഷീറ്റോ ഒക്കെ എടുത്തുകൊണ്ടുവന്നിട്ട് അതിൽ ബറക്കത്ത് കിട്ടുമെന്ന്, അതിൽ ബറക്കത്തുണ്ടെന്ന്, അതിൽ നിന്ന് ഒരു പുണ്യം കിട്ടുമെന്ന്, നമ്മളെ ബാധിച്ച ഒരു ആപത്തിനെ ആ നൂലിനോ ഏലസിനോ അല്ലെങ്കിൽ അവിടുന്ന് കിട്ടുന്ന എന്തെങ്കിലും നൈവേദ്യങ്ങൾക്ക് അത് തടയാൻ, അള്ളാഹു എനിക്ക് കൊണ്ടുവരുന്ന ഒരു ഷർറിനെ ഇല്ലാതാക്കാൻ അതിന് കഴിയുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് സഹോദരങ്ങളെ തൗഹീദ് എന്നാൽ? പിന്നെ എന്താണ് ശിർക്ക്? അപ്പോൾ അതുകൊണ്ട് ഇതിലൊരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. ഏലസ് കിട്ടിയാൽ അള്ളാഹു അല്ലാത്തവരെ എൻ്റെ അമ്മയാണേ സത്യം അല്ലേ? ആൾക്കാർ എൻ്റെ അമ്മയാണേ സത്യം എന്ന് പല അന്യമതസ്ഥരും പറയും. അത് കേട്ട് നമ്മൾ പറയാൻ പാടുണ്ടോ എൻ്റെ ബാപ്പ തന്നെയാണ് സത്യം, എൻ്റെ അമ്മ തന്നെയാണ് സത്യം? പറയാൻ പറ്റില്ല. അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? അള്ളാഹുവിൻ്റെ സൃഷ്ടിക്ക് സത്യം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിലെല്ലാത്തിലൊക്കെ എന്തുണ്ട്? ഒരു ശിർക്കിൻ്റെ അംശമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കൃത്യമായിട്ട് അറിയുക എന്നുള്ളതാണ് ഏറ്റവും. അള്ളാഹു ഏതൊരു കാര്യത്തെ കൽപ്പിച്ചോ ആ ഒരു കാര്യത്തെപ്പറ്റി ഏറ്റവും ശരിയായ അറിവ് നമ്മൾ നേടുക എന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത്. അള്ളാഹു കുറേ ഹറാമുകളും ഹലാലുകളുണ്ട്. അള്ളാഹു കച്ചവടത്തെ ഹലാലാക്കി, പലിശയെ നിങ്ങൾക്ക് നിഷിദ്ധമാക്കി. പറയാനുള്ള കാരണം എന്താണ്? ചില ആൾക്കാർ പറയും പലിശയും കച്ചവടം തന്നെ അല്ലേ എന്ന് പറയും. പലിശ ഇപ്പോൾ ഒരു കച്ചവടം തന്നെ അല്ലേ? അല്ല, പലിശ നിഷിദ്ധമാണ്, കച്ചവടം ഹലാലാണ്. വ്യത്യാസമുണ്ട്. അത് വളരെ കൃത്യമായിട്ട് അള്ളാഹു ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കച്ചവടത്തിൽ എന്തുണ്ട്? അനുവദനീയമായതുണ്ട്, അനുവദനീയമല്ലാത്തതുണ്ട്. മദ്യം അല്ലേ, പന്നി, ലഹരി വസ്തുക്കൾ, ചത്തമൃഗങ്ങൾ, നായ, പൂച്ച, ഇതൊക്കെ എന്താണ്? നായൻ്റെയും പൂച്ചൻ്റെയൊക്കെ കച്ചവടം ഹറാമാണെന്നാണ്. ഇതൊക്കെ വ്യക്തമായി ഹദീസിൽ വന്ന കാര്യമാണ്. പൂച്ചനെ വിൽക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ പൂച്ചനെ കായ് കൊടുത്ത് വാങ്ങാൻ പറ്റില്ല. അപ്പോൾ പൂച്ച ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ മതി? പ്രസവിക്കുമ്പോൾ ഒരു കുട്ടീനെ ബുക്ക് ചെയ്തിട്ടാൽ മതി. അങ്ങനെ കൊടുത്തു ഒഴിവാക്കലാണ്, അല്ലാതെ പൈസ കൊടുത്ത് വാങ്ങാൻ പാടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ വ്യക്തമായി അള്ളാഹുവും റസൂലും വ്യക്തമായി വിരോധിച്ച കാര്യങ്ങൾ, ഖുർആനിലോ സഹീഹായ ഹദീസിലോ ഒന്ന് നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ, അതിൽ യാതൊരു അലംഭാവവും ഒരു സത്യവിശ്വാസിക്ക് ഉണ്ടാകാൻ പാടുള്ളതല്ലെന്നാണ്. വേറെ ചോയ്സ് ഇല്ല. അള്ളയും റസൂലും എന്ത് പറഞ്ഞിട്ടുണ്ടോ അതാണ് അതിലെ നിയമം. നമുക്ക് സ്വന്തമായി ഇതിപ്പോൾ അത് 6-ാം നൂറ്റാണ്ടിൽ ഇറങ്ങിയതല്ലേ, എപ്പോൾ എങ്ങനെയാണ് അത് ശരിയാകുക? ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റൂല, അത് സ്വീകരിക്കാൻ പറ്റൂല എന്നൊരു നിലപാട് അതിനോടുണ്ടാവില്ല. കാരണം എന്തുകൊണ്ടാ വെച്ചാൽ ഈ നിയമങ്ങൾ എന്നത് അത് കേവലം അനുസരിക്കുക എന്നതിനപ്പുറം അത് ഹൃദയം കൊണ്ട് അത് അംഗീകരിക്കുക, സ്നേഹിക്കുക എന്നുള്ളൊരു കാര്യം കൂടി ചെയ്യാൻ പറ്റും. ഇത് ആദരവോടെ സ്നേഹത്തോടെയാണ് നമ്മൾ ഈ നിയമങ്ങൾ അനുസരിക്കുന്നത്, അല്ലാതെ എടങ്ങാറായിട്ടല്ല, മാണ്ടില്ലേനു വിചാരിച്ചിട്ടല്ല, കുടുങ്ങിപ്പോയല്ലോ എന്നുള്ള മനോഭാവം കൊണ്ടല്ല. അള്ളാഹുവും റസൂലും എന്ത് കൽപ്പിച്ചോ അത് സ്നേഹത്തോടെയാണ്. അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള സ്നേഹം കൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ അംഗീകരിക്കുന്നത്. അതുകൊണ്ട് ആ കൽപ്പനയെ നമ്മൾ എന്ത് ചെയ്യും? ഹൃദയം കൊണ്ട് നമ്മൾ സ്നേഹിക്കണം. അള്ളാഹുവിൻ്റെ നിയമങ്ങളെ വെറുക്കുന്നവർ എത്ര തന്നെ എന്ത് ചെയ്തൂല, എത്ര തന്നെ കർമ്മങ്ങൾ ചെയ്താലും അത് അള്ളാഹു സ്വീകരിക്കൂല എന്നാണ്. എന്ന് വിശുദ്ധ ഖുർആനിൽ സൂറത്ത് മുഹമ്മദിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്? അള്ളാഹുവിനും റസൂലും ഇറക്കിയതിനെ വെറുക്കുന്നവർ, അതിനോടൊരു വെറുപ്പ് മനസ്സിൽ വെച്ച് പുറത്തു. ഇതിപ്പോൾ അങ്ങനെ ആയിപ്പോയില്ല, ഇസ്ലാമിൽ ഇപ്പം അങ്ങനെ ആയിപ്പോയില്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് വിചാരിച്ച് വെറുത്ത് കുടുങ്ങിയാണോ നിങ്ങൾ ഇസ്ലാമിന് കീഴ്പ്പെടുന്നതെങ്കിലും നിങ്ങളുടെ കർമ്മങ്ങൾ അത് പാഴായി പോകുന്ന, ബാത്തിലായി പോകുന്നതാണ്. അങ്ങനത്തെ ഒരാൾ ഇടങ്ങേറായിട്ട് ഈ വൃത്തത്തിനുള്ളിൽ നിൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു അവതരിപ്പിച്ച നിയമങ്ങൾ ഒരു തലത്തിലും വെറുപ്പുണ്ടാകാൻ പാടില്ല, അതൊരു ഭാരമായി കാണാൻ പാടില്ല. അതൊരു അനുഗ്രഹമാണ്, അത് അള്ളാഹുവിൻ്റെ ഫളിലാണ്, അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്, അള്ളാഹു ഇട്ടുന്ന തണലാണ്. അത് നിങ്ങൾ അള്ളാഹു ഹലാലാക്കിയ ഏതൊരു കാര്യവും, അള്ളാഹു നിഷിദ്ധമാക്കിയ ഏതൊരു കാര്യം എടുത്ത് പരിശോധിച്ചാലും അതിലൊരു നന്മയും നമുക്ക് കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് ആ ഒരു രൂപത്തിലാണ് സഹോദരങ്ങളെ നമ്മൾ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ കാണേണ്ടത്. ഒരു ഗുണകാംക്ഷയോടുകൂടി, നന്മയോടുകൂടി, സ്നേഹത്തോടു കൂടിയാണ്. അതേപോലെ തന്നെ അതിലൊരു ദൃഢമായ ഒരു നിശ്ചയവും ഒരു ദൃഢമായ ബോധ്യവും വിശ്വാസമൊക്കെ ഈ നിയമത്തിലുമാണെന്നാണ്. അറിവും സ്നേഹവും മാത്രമുള്ളത് കൊണ്ട് എന്ത് ചെയ്യില്ല, നമ്മൾ ആ നിയമത്തെ സ്നേഹിച്ചു എന്നതുകൊണ്ട് മാത്രം രക്ഷപ്പെടില്ല. അത് പ്രവർത്തിക്കാനുള്ള ഒരു യഖീന്, ഒരു ഉറച്ച തീരുമാനം അത് നമുക്ക് കൈക്കൊള്ളാൻ സാധിക്കേണ്ടതുണ്ട്. അറിവ് നേടി എന്നതുകൊണ്ടോ അറിഞ്ഞു പഠിച്ചു മനസ്സിലാക്കി എന്നതുകൊണ്ടോ അത് പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് കിട്ടണമെന്നില്ല അല്ലേ? ആ തൗഫീഖ് കിട്ടണമെങ്കിൽ അത് പ്രത്യേക ഒരു തൗഫീഖ് തന്നെയാണ്. ആ തൗഫീഖ് നമ്മൾ ഇരന്ന് വാങ്ങണം. അള്ളാഹുവിനോട് നിരന്തരം അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക എന്ന പ്രാർത്ഥന കഥയാണ് അല്ലേ? ഇബാദത്ത് ചെയ്യാൻ, അള്ളാഹുവിനെ ആരാധിക്കാൻ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഒരു തൗഫീഖിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കണം. അങ്ങനെ ആ ഒരു ദൃഢമായ നിശ്ചയത്തോടു കൂടി നമ്മൾ കാര്യങ്ങൾ ചെയ്താലേ നമുക്ക് ഫസ്തഖീം, ഇസ്തിഖാമത്തല്ലേ, ദൃഢമായി മരിക്കുന്നത് വരെ ഈ സിറാത്തുൽ മുസ്തഖീമിൽ നിരന്തരം അള്ളാഹുവിനെ ആരാധിച്ചും സ്നേഹിച്ചും, അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിച്ചുകൊണ്ടും ആരാധിച്ചുകൊണ്ടും തവക്കുൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു യഖീൻ, ഒരു ദൃഢബോധ്യം
നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, ഈ പ്രവർത്തിക്കുക എന്നുള്ളത് ഇതൊക്കെ എന്താണ് നിഷ്കളങ്കമായിട്ട് നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ഏതൊരു കാര്യം അള്ളാഹുവും റസൂലും കൽപ്പിച്ച ഏതൊരു കാര്യവും നമ്മൾ അനുസരിക്കുന്നത്. അത് വേറെ ആരെങ്കിലും തൃപ്തിപ്പെടുത്താനോ ഓരങ്ങനെ വിചാരിച്ചു മറ്റോരെന്ത് വിചാരിക്കും ആൾക്കാരെന്ത് വിചാരിക്കും എന്നതുകൊണ്ടല്ല ഒരു സത്യവിശ്വാസി അള്ളാഹുവിനും റസൂലിനെയും വഴിപ്പെടുന്നത്. എൻ്റെ റബ്ബ് എന്ത് വിചാരിക്കും അല്ലേ, അള്ളാഹുവിൻ്റെ പൊരുത്തവും അള്ളാഹുവിൻ്റെ സംതൃപ്തിയും നേടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നിഷ്കളമ ഇഖ്ലാസ് അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ടുള്ള കർമ്മങ്ങളാണ് അള്ളാഹു സ്വീകരിക്കുക. അതേപോലെ തന്നെ അത് ഇബാദത്താണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച ആരാധനാ കർമ്മങ്ങളാണെങ്കിൽ അത് കൃത്യമായിട്ട് ഏതൊരു രൂപത്തിലാണോ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതേ രൂപത്തിലേ അത് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഒരു നിസ്കാരം അതെങ്ങനെയാണ് രൂപം എന്ന് വിശ്വാസം നമുക്ക് കാണിച്ചിട്ടുണ്ട്. നോമ്പിൽ പാലിക്കേണ്ട കാര്യങ്ങൾ അല്ലെ, ഹജ്ജിൽ പാലിക്കേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ പ്രവാചകൻ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് അതിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഏതൊരു രൂപത്തിലാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നത് ആ ഒരു രൂപത്തിൽ ചെയ്യുമ്പോഴേ അതിനെന്തേ ഉള്ളൂ, നമുക്ക് കൂലിട്ടുള്ളൂ അല്ലേ. ഇപ്പോൾ 4 റക്അത്ത് നമ്മൾ ളുഹർ നിസ്കരിക്കുന്നത് അല്ലെങ്കിൽ 2 റക്അത്ത് ജുമ നമസ്കരിക്കുന്നത് എന്തുകൊണ്ടാണ്, അതങ്ങനെയാണ് പ്രവാചകൻ കാണിച്ചത്. അതുകൊണ്ട് 3 റക്അത്ത് നിസ്കരിക്കാൻ പറ്റൂല. അപ്പോൾ ഏതൊരു ഇബാദത്തായ ഏതൊരു കാര്യവും കൃത്യമായി അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് മാതൃക ഉണ്ട്. ആ മാതൃക അനുസരിച്ച് പ്രവർത്തിച്ചാലേ അതിന് കൂലി കിട്ടുള്ളൂ. അതിൻ്റെ ഉദ്ദേശശുദ്ധി പൂർണ്ണമായി അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രമായിരിക്കുക എന്നതുകൂടി അത് സ്വീകരിക്കപ്പെടാനുള്ളൊരു നിബന്ധനയാണ്. അപ്പോൾ ഒന്ന്, നമ്മൾ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളെപ്പറ്റി നല്ല അറിവുണ്ടായിരിക്കണം. അത് പൂർണ്ണമായ ഒരു സ്നേഹത്തോടും ഒരു ബഹുമാനത്തോടും കൂടിയായിരിക്കണം അള്ളാഹുവിൻ്റെ നിയമങ്ങളെ നമ്മൾ അനുസരിക്കുന്നത്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, അത് നല്ല ഉദ്ദേശശുദ്ധിയോടുകൂടി നിയ്യത്ത് നന്നാക്കിക്കൊണ്ടായിരിക്കണം കർമ്മങ്ങൾ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ കർമ്മങ്ങൾ പാഴാകാതിരിക്കാൻ നമ്മൾ പരമാവധി എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ കുറച്ചേ ചെയ്യണുള്ളൂ എന്നുണ്ടെങ്കിലും അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, അത് സ്വീകരിച്ച് കിട്ടാൻ, ചെയ്യുന്ന കർമ്മങ്ങൾ മുഴുവൻ സ്വീകരിക്കപ്പെടണമെന്നില്ല. അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ കുറേ നിബന്ധനകളുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ അത് സ്വീകരിച്ച് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കണം. ചെയ്ത നന്മകൾ ഇങ്ങനെ പരസ്യമാക്കി എടുത്തു പറഞ്ഞുകൊണ്ട് അതിൻ്റെ കൂലി നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതേപോലെ തന്നെ നമ്മൾ നന്നായിട്ട് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് ഇസ്തിഗ്ഫാർ കൂടുതൽ വർദ്ധിപ്പിക്കുക. അതേപോലെ തന്നെ നന്മകൾ പരസ്യമായി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ രഹസ്യമായി ചെയ്യാൻ ശ്രമിക്കുക. ചില നന്മകൾ പരസ്യമായി ചെയ്യേണ്ടി വരും, അതിനതിൻ്റേതായ ഫضലുണ്ടാവും. പക്ഷേ എപ്പോഴും ആളുകൾ അറിയണം, 4 ആൾ അറിയണമെന്ന ഒരു മനോഭാവം നന്മ ചെയ്യുന്നതിൽ ഉണ്ടാകാൻ പാടില്ല. രഹസ്യമായി നന്മ ചെയ്തു നമ്മൾ ശീലിക്കണം. എല്ലാ നന്മയും പരസ്യമായി തന്നെ ചെയ്യുള്ളൂ എന്നുള്ള വാശി അത് പാടില്ല. രഹസ്യമായി നന്മകൾ ചെയ്ത് ശീലിക്കണം. അങ്ങനെ ഒരു മനോഭാവം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതേപോലെ തന്നെ ചെയ്ത നന്മകൾ പാഴായി പോകാതിരിക്കാനുള്ള ഒരു ശ്രദ്ധ, ചെയ്ത നന്മകൾ ഏറ്റുപറയാം. അതേപോലെ തന്നെ തിന്മകൾ വർദ്ധിപ്പിച്ചാൽ എന്ത് ചെയ്യും, നന്മകൾ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യും, നാളെ ഒരാളെ ഏഷണി പരദൂഷണം പറഞ്ഞാൽ നമ്മളെ നന്മകളൊക്കെ അങ്ങോട്ട് എടുത്ത് കൊടുക്കും അല്ലേ. നമ്മളൊരാളുടെ ഏഷണി പരദൂഷണം പറഞ്ഞാൽ നമ്മുടെ നന്മകൾ നാളെ പരലോകത്ത് അയാൾക്ക് കൊടുത്തുകൊണ്ട് നമ്മൾ പാപ്പറായി പോകുന്നൊരവസ്ഥ ഉണ്ടാവും. അപ്പോൾ ചെയ്യൽ മാത്രമല്ല, ചെയ്ത കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടാതിരിക്കാനുള്ളൊരു ജാഗ്രത കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ തന്നെ ഒരു സ്ഥിരത, മരിക്കുന്നതിനെ ഏറ്റക്കുറച്ചിൽ വന്നാലും സഹോദരങ്ങളെ പറ്റ താഴേക്ക് പോകുന്ന, ചിലപ്പോൾ ഭയങ്കര സോമ്പും സുന്നത്തുസ്കാരം പറ്റ ചിലപ്പോൾ ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥ, അങ്ങനെയൊക്കെ ചെറിയ ഏറ്റക്കുറച്ചിലുണ്ടാവും. മനുഷ്യൻ്റെ സ്വഭാവം, അടിസ്ഥാനപരമായി മനുഷ്യൻ്റെ സ്വഭാവം അങ്ങനെയാണ്. ചിലപ്പോൾ നല്ല ഈമാൻ ഉണ്ടാവും, ചിലപ്പോൾ അത്ര ഈമാൻ ഉണ്ടാവില്ല. ഈമാൻ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ കുറച്ച് സ്വതക്കും സ്കാരക്കും നോമ്പൊക്കെ ഒന്ന് കൂടും, കുറയുമ്പോൾ ചിലപ്പോൾ അത്ര ഉസാറുണ്ടാവില്ല. എങ്കിലും ആ അടിസ്ഥാനത്തിൽ നിന്ന് തെറ്റിപ്പോകുന്ന രൂപത്തിലേക്ക്, താഴ്ന്നു പോകുന്ന രൂപത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഒരു മിനിമം സ്റ്റാൻഡേർഡ് നമുക്ക് എപ്പോഴും കീപ്പ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അതാണ് സ്ഥിരത എന്നാണ്. അത് നേരത്തെ പറഞ്ഞത് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, അല്ലാഹുവിൻ്റെ റസൂൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിൽ ഒന്നാണ് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത്ത് ഖുലൂബി ഖൽബി അലാ ദീനിക്. ഇതാണ് ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, എൻ്റെ ഹൃദയത്തെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്കി, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഒരു പ്രവാചകനാണ് എന്ത് ചെയ്യുന്നത്, അത്ര തവണ അത് പ്രാർത്ഥിക്കുന്നത് അല്ലേ. ഏറ്റവും കൂടുതൽ എന്നൊക്കെ പറയുമ്പോൾ എത്രയോ തവണ പ്രവാചകൻ പ്രാർത്ഥിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ആ അവസ്ഥകൾ ആലോചിച്ച് നോക്കി, നമ്മൾ ആ സ്വർഗത്തിലേക്ക് എത്രയോ ആവശ്യക്കാരനാണ്. നല്ലൊരു പര്യവസാനം ഉണ്ടാകുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നിരന്തരം പണിയെടുക്കണം, പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ പറ്റും, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന, എൻ്റെ ഉമ്മത്തിലെ എല്ലാ ആളുകളും സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നാണ്. എല്ലാവരും പ്രവേശിക്കും. ഇല്ലാമൻ അബ, വിസമ്മതിച്ച ഒരുത്തനൊഴികെന്നാണ്. വിസമ്മതിച്ച ഒരുത്തനൊഴികെ. ഖീല ചോദിക്കപ്പെട്ടു, വമൻ യാ അബാ യാ റസൂലല്ലാഹ്, ആരാണ് ആ വിസമ്മതിച്ചത് എന്ന് സഹാബത്ത് ചോദിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 1400 വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭാഷണമാണത്. തൻ്റെ അനുചരന്മാരോട് പറയണം, എല്ലാവരും, എൻ്റെ ഉമ്മത്തിലെല്ലാവരും സ്വർഗത്ത് പോവും,
വിസമ്മതിച്ചവൻ ഒഴികെ. അപ്പോൾ സഹാബത്ത് ചോദിക്കണം, ആരാണ് വിസമ്മതിച്ചവൻ? അത് നിങ്ങൾ 1400 വർഷം ഇപ്പുറം നിന്നിട്ട് വള്ളി പുള്ളി മാറ്റമില്ലാതെ ആ സംസാരിച്ച അതേ രൂപത്തിൽ നമ്മൾ ഇന്ന് ഇവിടെ ശ്രവിക്കണം, കേൾക്കണം, മനസ്സിലാക്കണം. എന്താണ്? മൻ അത്വഅനി ദഖലൽ ജന്ന, എന്നെ അനുസരിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചവൻ എന്ത് ചെയ്യും? സ്വർഗ്ഗത്തിൽ. വമൻ അസ്വാനി, എന്നെ ധിക്കരിച്ചവൻ ഫഖദ് അബ, അവനാണ് വിസമ്മതിച്ചവൻ. അപ്പോൾ വിസമ്മതിച്ചവരല്ലാത്തവരൊക്കെ സ്വർഗ്ഗം. അപ്പോൾ അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിക്കുക എന്നുള്ളത് അതാണ് ഒരാളുടെ സ്വർഗം നഷ്ടപ്പെടാനുള്ള കാരണം. ഇത് വളരെ ചെറിയൊരു ദുനിയാവിലെ ജീവിതം, വളരെ ചെറുതാണ്. വളരെ ചെറിയ ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്നത് വിശാലമായ അറ്റമില്ലാത്ത ആഖിറത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അവിടെ വിജയിക്കുക എന്നാണ്, അവിടെ സ്വർഗത്തിൽ പ്രവേശിക്കലാണ്. ആ സ്വർഗത്തിൽ നഷ്ടപ്പെടുന്നത് ആർക്കാണ്? അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിച്ചവർക്കാണ്. അപ്പോൾ അതുകൊണ്ട് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനകൾ പഠിക്കാൻ ശ്രമിക്കുക, അത് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. പകർത്താൻ പറ്റിയിട്ടില്ലെങ്കിലും അത് ധിക്കരിക്കാതിരിക്കാനെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമായി മുഅ്മിനായി മരിക്കാൻ, അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനകളോട് വിധേയത്വമുള്ളവരായി, പൂർണ്ണമായി വിധേയത്വമുള്ള ആളുകളായി അള്ളാഹു നമ്മളെ മാറ്റുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ വിചാരണ കൂടാതെ പ്രവേശിക്കുന്ന ആളുകളിൽ അള്ളാഹു കുടുംബസമേതം നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ.